ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു പാർട്ട് 5. ചുറ്റും മഞ്ഞ് മൂടിയ മലകളാണ്. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഗൈസ്. ഇതാ ഗൈസ്, ഇത് ലേക്കാട്ടോ. സൺറൈസ് ഇതാ. ഇവിടെ ഓക്സിജൻ ലെവലൊക്കെ വൻ കുറവാട്ടോ ഗൈസ്. ആൻഡ് ഗൈസ്, ഗസ് വാട്ട്, ഫൈനലി വി റീച്ച്ഡ് അന്നപൂർണ ബേസ് ക്യാമ്പ്. ശരിക്കും ഫ്രീസ് ആവുകട്ടോ ഗൈസ്. ഇതാണ് ഇപ്പം അന്നപൂർണ ബേസ് ക്യാമ്പ്. Yo, how old are you? 8. Wow. പുള്ളിക്കാരൻ ജസ്റ്റ് 8 വയസ്സിലൊരു കുട്ടീനെ കൂട്ടിയിട്ടോ വന്ന. സോ ഹാർഡ്. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു പാർട്ട് 5. അപ്പം ഇന്ന് നമ്മളിപ്പം MBCയിലാണുള്ളത്. നമ്മൾ ഇന്നലെ MBCയിൽ സ്റ്റേ അടിക്കുകയാണ് ചെയ്തത്. ഇപ്പം ടൈം 5 o'clock ആയി. രാവിലെ 5 മണിയായി. ഇപ്പം -13 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചുറ്റും മഞ്ഞ് മൂടിയ മലകളാണ്. നമ്മളിപ്പം ഇതാ ABCയിലേക്ക് ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൺറൈസ് മിസ്സാക്കാണ്ട് നോക്കിയാൽ നമ്മൾ സൺറൈസ് മിസ്സാക്കാൻ പറ്റൂല. നമ്മൾ നോക്കട്ടെ. ഇപ്പം ഇവിടുന്ന് 1.5-2 hours ഉണ്ട് ABCയിലേക്ക്. നോക്കട്ടെ. ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. ഇതിൻ്റെ പുറം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളും മഞ്ഞ കൊണ്ട് മൂടിയിരിക്കുക. ചുറ്റും മലകളുണ്ട്, ഇപ്പം കാണൂല. അതാ ഫുള്ളും മഞ്ഞ കൊണ്ട് മൂടിയിരിക്കുക കേട്ടോ. നമ്മളങ്ങനെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ MBCയിൽ നമ്മൾ റൂമിലൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട് ഗൈസ്. ഫുള്ളും മല മൂടിയിട്ടില്ല, മഞ്ഞ് ഫ്രീസായി. ഫുള്ളും ഫോഗ് ഇറങ്ങി കേട്ടോ. ഇപ്പം നമുക്ക് പോകേണ്ട റൂട്ട് ഏതാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. താഴേക്ക് ഒരു റൂട്ടാണെന്നുണ്ട്, മേലേക്ക് ഒരു റൂട്ടാണെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റക്ക് നിൽക്കുകയാണ് ഗൈസ്. എന്ത് രസാ ശരിക്കും പറഞ്ഞാൽ. നടക്കാനൊന്നും പറ്റുന്നില്ല, കാലൊക്കെ ഫ്രീസായി. ഗ്ലൗസ് ഊരിയിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം 2 സെക്കൻഡ് കൈ പുറത്തേക്ക് വെക്കുമ്പോൾ തന്നെ ഫ്രീസ് ആവുന്ന കൈ. ഗൈസ്, ലേക്കാട്ടോ. ലേക്ക് ഫ്രീസ് ആയതാ. ആരെങ്കിലും വഴിമാറി വന്ന് നേരെ അടിയിലേക്ക് പോയാൽ പിന്നെ ഫ്രീസായി കിടക്കുക, ഐസായി കിടക്കുക. ഇപ്പഴും ലേക്കാണ്. ആ ലേക്കാണ്. And guys, guess what? Finally we reached Annapurna Base Camp. സൺറൈസ് ഇതാ. ഇവിടെ ഓക്സിജൻ ലെവലൊക്കെ വൻ കുറവാട്ടോ ഗൈസ്. ഭയങ്കര തണുപ്പ്, വല്ലാത്ത തണുപ്പ്. so hard. ഗൈസ്, നമ്മൾ ശരിക്കും ഫ്രീസ് ആവുകട്ടോ ഗൈസ്. നമ്മള് ഇതാണ് അന്നപൂർണ ബേസ് ക്യാമ്പ്. ബാക്കിൽ കാണുന്നതാണ്. നിങ്ങൾ തൊടാനൊന്നും പറ്റുന്നില്ല ഗ്ലൗസ് ഇട്ടിട്ട്. ഇതാണ് ബാക്കിലെ വ്യൂ കേട്ടോ. ചെവിയൊക്കെ ഫുൾ കവേർഡ് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഊരിയതാണ്. കൈ ഉണ്ടെന്ന് അറിയുന്നില്ല ഗായ്സ്. ഭയ്യ ये ऑफ कर रहा ना वीडियो. നമ്മളങ്ങനെ ഇറങ്ങിയെന്ന്. എനിക്ക് കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം
ഭയങ്കര സ്നോ ആണ്. കൈയൊക്കെ ഫ്രീസിങ് ആണ്. ഗ്ലൗസ് ഊരിയാൽ തന്നെ കൈയൊക്കെ ഫ്രീസ് ആവുകയാണ്. എൻ്റെ കയ്യിൽ ട്രെക്കിംഗ് പോൾ മീൻസ് ഒരു വടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വടി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇപ്പം മഞ്ഞുകൊണ്ട് ഫുള്ള് സ്ലിപ്പറിയാണ്. ആ വടി ഞാൻ കുറേ സമയം വീഴാൻ പോയിട്ടുണ്ടായിരുന്നു സ്ലിപ്പായിട്ട്. അപ്പം ആ വടി ഉണ്ടായിക്കൊണ്ട് മാത്രം ഞാൻ വീണിട്ടുണ്ടായിട്ടില്ല. പക്ഷേ അവസാനം വീണു. തിരിച്ച് വരുന്ന വഴിക്ക് സ്ലിപ്പായിട്ട് അങ്ങനെ വീണു. അപ്പം എൻ്റെ കയ്യിൽ ഇല്ല വടി 2 കഷ്ണമായി. അപ്പോൾ ഇപ്പം സൂക്ഷിച്ച് മെല്ലെ വേണം ഇറങ്ങാൻ. നമ്മൾ 5:40 MBC ഇറങ്ങിയത്. നമ്മൾ ABCയിലെത്തുന്നത് 7:40 കേട്ടോ. 2 hours ട്രെക്ക് ചെയ്തിട്ടാണ്. അതും ഡെഡ്ലി ട്രെക്കിംഗ് എന്നെല്ലാം പറയുകയാണെങ്കിൽ. നമ്മളെൻ്റെ 30 minutes അവിടെ സ്പെൻഡ് ചെയ്തു. 8:10 നമ്മൾ ഇറങ്ങി. ഇതാണ് ഇപ്പം പറഞ്ഞ ട്രെക്കിംഗ് പോളി വേണം എന്ന്. കറക്റ്റ് ക്യാമറയിലേയും കിട്ടി. നല്ല സ്ലിപ്പർ ഉണ്ട് കേട്ടോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ കയറുന്ന സമയത്ത് -14 ടെമ്പറേച്ചർ. ഇപ്പം കൈ ഫ്രീസ് ചെറുങ്ങനെ ആകുന്നുണ്ടെങ്കിലും വെലിങ്ങനെ ഒന്നും ഇല്ല. കയറുന്ന സമയത്ത് തീരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്രോസൺ ലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനും സുലു ആദ്യം തന്നെ എത്തി. താമര കുറച്ച് കഴിഞ്ഞിട്ടേനു വന്നേ. അത് കഴിഞ്ഞിട്ടൊരു 5-10 minute കഴിഞ്ഞിട്ടേനു മമ്മു വന്നേ. അങ്ങനെ നമ്മൾ ലേറ്റായി. നല്ല വ്യൂ. നമുക്കിനി ഈ വഴിയിലേക്ക് കൂടിയാണ് കയറേണ്ടത്. ആരുമില്ല കേട്ടോ ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ്. എല്ലാവരും ബാക്കിലേക്ക് വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയൊക്കെ ഫ്രീസായിട്ടോ. നമ്മളിപ്പം നമ്മളെ MBCയിലെ സ്റ്റേയിലേക്ക് തിരിച്ചു വന്നിട്ടാണ് ഉള്ളത്. അവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. എന്നെ കാണിച്ചു തരാം. ഇതാ ഫുൾ ഐസാണ് ഗൈസ്. ഫുൾ ഐസ്, ചുറ്റിനും ഐസ് ആണ് MBCൻ്റെ ഇന്നത്തെ അവസ്ഥ. ഫുൾ ഐസാട്ടോ. ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ഓംലേറ്റും പിന്നെ എന്തോ കറിയും. നമ്മളെത്തിയിട്ട് ഏകദേശം ഒരു 30 minute കഴിഞ്ഞ്, അരമണിക്കൂർ കഴിഞ്ഞ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവൻ എന്നിട്ടും കാണുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ടെൻഷനായി. നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ചു മമ്മൂന്ന്. അവസാനം ലാസ്റ്റ് ഒരു ഒച്ചപ്പാട് കേട്ടൊരു മുത്ത സമാധാനമായ. അതിലെന്നെ ഇറങ്ങിക്കോ, വയ്യൊന്നും മനസ്സിലാവില്ല. അങ്ങനെ നമ്മളിതാ MBCന്ന് ഇറങ്ങലായി. സമയം 10:30. ഇന്ന് നമുക്ക് പറ്റുന്ന അത്ര നമ്മൾ ഡിസൈൻ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്രത്തോളം പറ്റും നമുക്ക് നോക്കാം. ഇപ്പം ഇതിപ്പം വെയിൽ വന്നുകൊണ്ട് മഞ്ഞൊക്കെ അലിഞ്ഞു പോകാം കേട്ടോ. നമ്മൾ ഇന്നലെ ഈ വഴിയിലേക്ക് കൂടി വരുമ്പോൾ ഫുള്ള് സ്നോഫാൾ ചെയ്യുന്നു. ഫുള്ളും വഴിയൊക്കെ ഫുള്ള് സ്നോയിൽ കവേർഡ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് ഇതാ രാവിലെ ആകുമ്പോഴൊക്കെ ഫുള്ളും സ്നോ ഒക്കെ പോകാൻ തുടങ്ങി. വെയിലുദിച്ച്. അതാ പറഞ്ഞ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും മാറും. ഹലോ. തണുപ്പ് പോയിട്ട് ചൂടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഊരി, ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഊരി നമ്മൾ പോകുന്ന വഴി ഇപ്പം ഫുള്ള് സ്നോ വെച്ച് കവേർഡ് കേട്ടോ. നമ്മൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഡെറാളി എത്തി. ഇനി ഇവിടുന്ന് ആടാ ഇതിലാടാ പോയി
നമ്മളിനി അപ്പർ ടെറോളിലല്ലേ ലോവർ ടെറോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഡെറാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. ഇനി നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഹിമാലയ ആയിരിക്കും. ഇവിടുന്ന് ഹിമാലയയിലേക്ക് 1 ഹവറാണ് കാണിക്കുന്നത്. ഹിമാലയിൽ നിന്ന് ധോവാൻ 1 ഹവർ എടുത്ത് ഡെറാളിയിൽ നിന്ന് നേരെ ഹിമാലയയിലേക്ക് വന്ന് ജസ്റ്റ് 1 ഹവർ എടുത്തിട്ടില്ല നമ്മൾ ഡിസെൻഡ് ചെയ്യുമ്പോൾ. അങ്ങനെ മമ്മൂനെ കാത്ത് ഹിമാലയയിൽ വെയിറ്റിംഗ് ആണ്. മമ്മു 1 സ്ലോ. ഇവിടെ എപ്പോൾ എത്താന്നുള്ളതൊക്കെ അറിയാം. ഇതാണ് ഇപ്പം നമ്മൾ ഹിമാലയയിൽ നിന്ന് ധോവാനിലേക്ക് പോകുന്ന റൂട്ട്. ഇതൊക്കെ നല്ല സ്നോ കൊണ്ട് ഫുൾ കവേർഡ് ചെയ്യുന്നു. ഫുള്ളും ബ്ലാക്ക് ഐസാണ്. ബ്ലാക്ക് ഐസ് ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. നമ്മളങ്ങനെ തിരിച്ച് ഈ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഞാൻ ഇവിടുന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് റേഞ്ച് കട്ടായിരുന്നു. പക്ഷേ എനിക്ക് MBC വരെ റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ കട്ടായിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് റേഞ്ച് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ MBC വരെ റേഞ്ച് കിട്ടീന്. അതാ പറയുന്നത് നമസ്തേ സിം എന്ന് പറഞ്ഞൊരു സിമ്മുണ്ട്. ഇപ്പോൾ നേപ്പാൾ ABC ട്രക്കിങ്ങിന് വരുമ്പം നമസ്തേ സിം എടുക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ 20 മിനിറ്റ് നടന്നിട്ട് അങ്ങനെ ധോവാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവർ ബാക്കിലുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നെത്തി. നമ്മൾ 120 കടന്ന് വിട്ടാൽ ഇപ്പോൾ 230 ആയി. ഇറങ്ങുമ്പോൾ സിമ്പിളാട്ടോ, കയറാനാ പണി. ഇനി അവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പോൾ ധോവാനിലെത്തി. ഇപ്പം 230 ആണ്. ഇന്ന് എത്രത്തോളം ഡിസെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിസെൻഡ് ചെയ്യണം. Thank you so much. You are from China. Your son? How old are you? 8. Wow. പുള്ളിക്കാരൻ ജസ്റ്റ് 8 വയസ്സിലൊരു കുട്ടീനെ കൂട്ടിയിട്ടാട്ടോ വന്ന. സമ്മതിക്കണം കേട്ടോ. പറ്റുന്നത്ര കവർ ചെയ്യാൻ നോക്കണം. കാരണം ഇറങ്ങുമ്പം പറ്റുന്നത്ര മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നു അത്രയും ഇറങ്ങാം. കാരണം ഇറക്കം കുറച്ച് സിമ്പിളാണ്. എല്ലാ സ്ഥലത്തേക്കും 1 അവർ വെച്ചിട്ട് എടുക്കാൻ പറ്റും. എടുക്കാനുള്ളതേ ഇല്ലു ശരിക്കും പറഞ്ഞാൽ. സ്റ്റോപ്പ് അടിക്കാണ്ട് വരാം. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ. അങ്ങനെ നമ്മൾ 1 ഹവർ 10 മിനിറ്റ്സ് എടുത്ത് ബാംബൂലെത്തി. നമുക്ക് ബാംബൂന്ന് സിനുവയിലേക്ക് പോകണം. ആണ് ഗൈസ് ബാംബൂ റൂട്ട്. ഫുൾ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ റൂട്ടാണ്. ഒരു സ്ഥലത്ത് നിന്ന് കയറിയെങ്കിൽ 2 മിനിറ്റിനാട് പിന്നെയും ഇറങ്ങണ്ട്. ചത്ത് ഗൈസ്, ചത്തു. ഇതാണ് ബാംബൂന്ന് സിനുവയിലേക്ക് പോകുന്ന വഴി ഗൈസ്. ഫുൾ ഇരുട്ടായി. 5:30 ഉണ്ട് അത്ര. ഫുൾ ഇരുട്ടാട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബാംബൂന്ന് സിനുവയിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. ഫുള്ളും ചുറ്റിനും കാടാട്ടോ ഗൈസ്. എൻ്റെ ബാക്കിലും ആരുമില്ല, മുന്നിലും ആരുമില്ല. ഫുള്ളും കാട്, ഇരുട്ടും. മുന്നിൽ ഇപ്പം ഫ്ലാഷ് അടിക്കാണ്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് ഗായ്സ് ഇപ്പം നമ്മളെ അവസ്ഥ. ഫുൾ ഇരുട്ടാണ്. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഇതുവരെ സിനിമ എത്തിയിട്ടില്ല. ഫുൾ ഇരുട്ടാട്ടോ, ഒന്നും കാണൂല. നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ നിൽക്കുന്നില്ല. നമ്മളൊരു കാട്ടിൻ്റെ നടുവിലാണുള്ളത്. ബാംബൂന്ന് സിനുവിലേക്ക് പോകുന്ന വഴിക്ക് ഞാനും സൂലും ഒരുമിച്ച്, മമ്മും താമര ഒരുമിച്ചാണ്. കുറേ സമയത്ത് ഓരോ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കംപ്ലീറ്റ് ടെൻഷനായി. എന്താക്കണ്ടേന്ന് അറിയണ്ടായിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വിളിയിൽ ആന്നൊരു വിളി കേട്ടതിന് ശരിക്കും സമാധാനമായ. ഞങ്ങൾക്ക് ഇപ്പോൾ ദിവ്യ കാണിച്ചിട്ടാ. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. എന്തെല്ലോ ജീവിൻ്റെയും കുതിരൻ്റെ എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്, പാമ്പിൻ്റെ ഒക്കെ. മമ്മോ ഓ, ഇപ്പോൾ ആണ് ശരിക്കും സമാധാനമായ. ഇപ്പോൾ രാവിലെ ഇന്നലെ നമ്മൾ രാത്രി ആയിരുന്നു ലോവർ സിനുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്റ്റേ അടിച്ചത്. കാരണം രാത്രി ട്രെക്കിങ് ആരും ചെയ്യണ്ട. കാരണം നമ്മൾ വന്ന റൂട്ട് തീരെ സേഫല്ല. ഫുള്ളും കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഫ്ലാഷ് അടിച്ച് കൈ പിടിച്ചിട്ട് എങ്ങനെയല്ലോ വന്ന
ഒന്ന് കാലെത്തിയാൽ കൊക്കയിലേക്കാവുക. അപ്പം ഇന്നലെ നമ്മൾ ലോവർ സിനോയിൽ സ്റ്റേ അടിച്ച് ആ കാണുന്നതാണ് സിനോവ. അവിടെ നിന്നാണ് നമ്മളിപ്പം വരുന്നത്. സിനോവിന് ഞങ്ങളെ പെർമിറ്റ് എടുത്ത സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ എക്സിറ്റ് അടിക്കണം കേട്ടോ. നമ്മൾ എൻട്രി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റും അടിക്കണം. ഞങ്ങളങ്ങനെ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഫസ്റ്റ് സ്റ്റേ അടിച്ച ചുംറോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എക്സലൻസ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേയിലാണുള്ളത്. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം അതൊക്കെ തിരിച്ച് എടുത്ത് നമുക്കിനി ജിനുവിലേക്ക് പോകണം. ജിനുവിന് പൊക്കാരയിലേക്ക് പോകണം. ഇപ്പം സമയം 12:30 ആയി ഓൾറെഡി. നമ്മൾ ലേറ്റാണ്. നമ്മളിത് ഇനി എന്താ അവിടുത്തെ വരെ നടക്കണം. ആ വണ്ടിയില്ല സ്ഥലം വരെ. നാട്ടിലെത്തിയപാട് ചേക്കാലീസിൽ രാവിലെ പൊറോട്ടയും അപ്പം പൊള്ളിച്ച രാത്രിത്തെ ലോഡ് ഫ്രൈസും കൂടി കഴിച്ചാലേ എല്ലാവർക്കും എനർജി. എടാ UP ബീഫ് എന്ന് പറഞ്ഞേക്കല്ലേ ഇന്ന് നാട്ടിലെത്തൂല. അതാ ഇനി നമ്മള് നാട്ടിലെത്തണ്ടേ. നമ്മളങ്ങനെ ജിനുവിലെത്തി. ഇവിടുത്തെ കയറുമ്പില്ല സ്റ്റേ ഒക്കെ നല്ല രസമാട്ടോ കാണാൻ. ഫുള്ളും ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ന്യൂ ബ്രിഡ്ജ് പിടിക്കണം. അവിടുന്ന് വേണം നമുക്ക് വണ്ടി കയറാൻ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ ബ്രിഡ്ജിലെത്തി കേട്ടോ. ബ്രിഡ്ജ് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട് ഗൈസ്. ഇനി ബ്രിഡ്ജ് കടന്നാൽ നമുക്ക് വണ്ടി കിട്ടും പൊക്കാരയിലേക്ക് കേട്ടോ ഗൈസ്. ആ ബ്രിഡ്ജ് ഒക്കെ തുള്ളി പോകുന്നുണ്ട്. അങ്ങനെ ബ്രിഡ്ജിൻ്റെ മേലെ കൂടി നടക്കുകയാണ് ഗൈസ്. ഇതാണ് വ്യൂ. നടന്നിട്ടും കഴിയാത്തൊരു പാലം ഗൈസ്. ഹലോ. ഈ ബ്രിഡ്ജാണ് ABC ട്രെക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജാണ്. ഞങ്ങളങ്ങനെ ജീപ്പിൻ്റെ സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് വേണ്ട ഡ്രൈവ് ആട്ടോ. നമ്മളിപ്പോ ഇത് ജിനുന്ന് ഇറങ്ങി നേരെ പൊക്കാരയിലേക്ക് ഡയറക്റ്റ് പോകാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി താഴേക്കൊരു ട്രക്ക്. റിവേഴ്സ് അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ നടന്നിതാ ഇവിടുന്ന് നടന്ന് അടുത്ത പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് ഡയറക്റ്റ് പൊക്കാരയിലേക്ക് നമുക്ക് വാനിൽ പോവാം, ടാക്സിയിൽ പോവാം. അങ്ങനെ നമ്മൾ പൊക്കാരയിലെത്തി. പൊക്കാരയിൽ 0 കിലോമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ബസ് ഇറക്കാം. വാൻ ഇറക്കിയത് അവിടെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ലേക്ക് സൈഡിലേക്ക് പോകണം. അവിടെയാണ് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ പൊക്കാരയിൽ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ തിരിച്ചു വന്ന് ബൈ. എന്നിട്ട് നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിനി ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ബസ് കിട്ടിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ പോവും, ഇല്ലെങ്കിൽ നമ്മളിന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഗായ്സ് നമ്മൾ പൊക്കാര വിടലായി. നമുക്ക് ബസ് കിട്ടി. ഇപ്പം 2 മിനിറ്റിൽ ബസ് എടുക്കും. നമ്മൾ നേരെ സൊനാലി ബോർഡർ. നാളെ ഒരു 5 മണി നമുക്ക് സൊനാലി ബോർഡർ എത്തും. അപ്പം നേപ്പാൾ സീരീസ് ഇവിടെ എൻഡ് ചെയ്യണേ. ഓക്കെ ബൈ. ആ ബസ് അങ്ങനെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടില്ല കേട്ടോ. റെസ്റ്റ് സ്റ്റോപ്പ് ഇതാണ് നമ്മൾ ബസ് ഉണ്ടായ. നമ്മളിതപ്പം സൊനാലി ബോർഡറിലെത്തി. നമുക്ക് നമ്മൾ ബസ് എടുക്കണം, ബോർഡർ എടുക്കണം. ഞങ്ങളങ്ങനെ സൊനാലി ബോർഡറിലെത്തി. നമ്മളതിൽ കുറച്ച് നേപ്പാളി ഉണ്ട്. അപ്പം അത് നമ്മൾ എക്സ്ചേഞ്ച് ആക്കിയിട്ട് ഇന്ത്യൻ മണി ആക്കണം. അപ്പം സമയം രാവിലെ 4:30 ഉണ്ടത്ര. നമ്മൾ പുലർച്ചെ രാവിലെ 4:30 ഉണ്ടത്ര. സക്സസ്ഫുള്ളി ഇന്ത്യയിൽ കയറി. ഇന്ത്യ എത്തി. ID കാർഡൊന്നും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെ കയറി വരിക ചെയ്ത്. നമുക്കിപ്പം ഗോരഖ്പൂരിലേക്ക് പോകാൻ വേണ്ടി ടാക്സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോരഖ്പൂരിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്.